മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി അഭിനയിക്കുന്ന 440ാമത്തെ സിനിമയുടെ ചിത്രീകരണം ജനുവരി 20-ന് എറണാകുളത്ത് ആരംഭിക്കും. അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ നയൻതാരയാണ് നായിക. മമ്മൂട്ടിയും നയൻതാരയും ചേർന്ന് അഭിനയിക്കുന്ന 5ാമത്തെ ചിത്രമാണിത്. അനന്തരം, മതിലുകൾ, വിധേയൻ എന്നീ സിനിമകളുടെ തുടർച്ചയായി മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി അടൂർ ഗോപാലകൃഷ്ണൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന സിനിമ നിർമ്മിക്കുന്നത് മമ്മൂട്ടി കമ്പനിയാണ്. അടൂരിൻ്റെ സിനിമകളിൽ തുടർച്ചയായി അഭിനയിക്കുന്ന ഏക നടനും മമ്മൂട്ടിയാണ്. 89-ലും 93-ലും മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിക്കൊടുത്തത് അടൂർ സംവിധാനം ചെയ്ത മതിലുകളും വിധേയനുമാണ്. 5 പതിറ്റാണ്ടുകൾക്കിടയിൽ അടൂർ സംവിധാനം ചെയ്തത് ആകെ 12 സിനിമകളാണ്. ഈ 12 സിനിമകളും രാജ്യാന്തര ചലച്ചിത്ര വേദികളിൽ ഇന്ത്യൻ സിനിമയുടെ മുഖമായി മാറി എന്നതും ശ്രദ്ധേയമാണ്. സംസ്ഥാന, ദേശീയ, അന്തർദേശീയ പുരസ്കാരങ്ങൾ പലകുറി സ്വന്തമാക്കിയ അടൂർ ഗോപാലകൃഷ്ണന് 1982-ൽ എലിപ്പത്തായം എന്ന സിനിമയ്ക്ക് ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ് ലഭിച്ചു. 2005-ൽ ചലച്ചിത്ര മേഖലയിലെ ഏറ്റവും വലിയ ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നൽകി രാജ്യം ആദരിച്ചു. 2016-ൽ സംസ്ഥാന സർക്കാർ JC ദാനിയൽ പുരസ്കാരം നൽകി. മികച്ച സിനിമയ്ക്കും മികച്ച സംവിധായകനുമുള്ള അവാർഡ് പലവട്ടം അടൂർ ഗോപാലകൃഷ്ണനെ തേടിയെത്തി. 1972-ലാണ് അടൂർ സംവിധാനം ചെയ്ത ആദ്യ ചിത്രം സ്വയംവരം റിലീസ് ചെയ്യുന്നത്. 5 വർഷങ്ങൾക്ക് ശേഷം 2ാമത്തെ സിനിമയായ കൊടിയേറ്റം, 81-ൽ എലിപ്പത്തായം, 84-ൽ മുഖാമുഖം, 89-ൽ മതിലുകൾ, 93-ൽ വിധേയൻ, കഥാപുരുഷൻ, നിഴൽക്കുത്ത്, 4 പെണ്ണുങ്ങൾ, 1 പെണ്ണും 2 ആണും, 2016-ൽ ഏറ്റവും ഒടുവിലായി അടൂർ സംവിധാനം ചെയ്ത സിനിമയാണ് ദിലീപും കാവ്യ മാധവനും അഭിനയിച്ച പിന്നെയും. നോക്കൂ, 1994-ൽ റിലീസ് ചെയ്ത വിധേയൻ എന്ന സിനിമയ്ക്ക് ശേഷം 33 വർഷങ്ങളുടെ വലിയ ഇടവേള കഴിഞ്ഞ് അടൂർ ഗോപാലകൃഷ്ണനും മമ്മൂട്ടിയും ഒരു സിനിമയ്ക്ക് പിന്നിൽ നിലയുറപ്പിക്കുകയാണ്. KV മോഹൻകുമാർ IAS എഴുതിയ കഥയെ അടിസ്ഥാനമാക്കിയാണ് അടൂർ ഗോപാലകൃഷ്ണൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമ രൂപം കൊള്ളുന്നതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ആദ്യ സിനിമ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മതിലുകൾ എന്ന കഥയെ ആസ്പദമാക്കിയുള്ള സിനിമയായിരുന്നു. കഥാകൃത്തും കഥാപാത്രവും ജീവിച്ചിരിക്കെയാണ് മതിലുകൾ സിനിമയാകുന്നത്. സക്രിയയുടെ ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും എന്ന നോവലിനെ ആസ്പദമാക്കി എഴുതിയ തിരക്കഥയാണ് വിധേയൻ. ഭാസ്കര പട്ടേലർ എന്ന കഥാപാത്രം ജീവിച്ചിരിക്കുന്ന വ്യക്തിയായിരുന്നുവെന്ന് പിന്നീട് ഒരു അഭിമുഖത്തിൽ സക്രിയ പറയുകയുണ്ടായി. കുടകുകാരനായ ശേഖര പട്ടേലാണ് കഥാപാത്രത്തിൻ്റെ അടിസ്ഥാനം. അടൂർ സിനിമയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അതീവ രഹസ്യമാണ്. എത്ര രഹസ്യമായി സൂക്ഷിച്ചാലും ചില കാര്യങ്ങൾ പുറത്തു വരുമല്ലോ, അത് സ്വാഭാവികവുമാണ്. കഴിഞ്ഞ വർഷമാണ് മമ്മൂട്ടി സിനിമയെക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നത്. അന്ന് ഈ സിനിമയുടെ നിർമ്മാതാവ് മറ്റൊരാളായിരുന്നു. മലയാളത്തിൽ ഒരുപിടി വലിയ സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള, അന്യഭാഷകളിലെ വമ്പൻ സിനിമകൾ കേരളത്തിൽ പ്രദർശനത്തിനെത്തിച്ചിട്ടുള്ള ഒരു നിർമ്മാണ കമ്പനിയാണ്. പക്ഷേ ഇപ്പോൾ അടൂർ സംവിധാനം ചെയ്ത് മമ്മൂട്ടി ചിത്രം നിർമ്മിക്കുന്നത് മമ്മൂട്ടി കമ്പനിയാണ്. അടൂരിൻ്റെ 3 സിനിമകളിൽ മമ്മൂട്ടി അഭിനയിച്ചു. അതേക്കുറിച്ച് അടൂർ പറയുന്നത് ഇങ്ങനെയാണ്: അനന്തരത്തിൽ മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ടെങ്കിലും നായകനല്ല, നായകൻ അശോകനാണ്. മമ്മൂട്ടിക്കൊരു ചെറിയ വേഷമായിരുന്നു. മതിലുകളിലും വിധേയനിലും മമ്മൂട്ടി നായകനായിരുന്നു. ആ സിനിമകളിൽ മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള അവാർഡ് ലഭിക്കുകയും ചെയ്തു. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രശസ്തമായ മതിലുകൾ സിനിമയെടുക്കാൻ തീരുമാനിച്ചപ്പോൾ നായകൻ്റെ റോളിൽ ആരെ വേണം എന്ന കാര്യത്തിൽ എനിക്കധികം ആലോചിക്കേണ്ടി വന്നില്ല. കഥകളിയിൽ ആദ്യ അവസാനം എന്ന് ചില വേഷങ്ങളെപ്പറ്റി പറയാറുണ്ടല്ലോ, അതുപോലെ ഒരു ആദ്യ അവസാന വേഷമായിരുന്നു മതിലുകളിലെ ബഷീർ. വിധേയനിൽ പ്രതിനായകനായിരുന്നു മമ്മൂട്ടി. വീണ്ടെടുക്കാൻ മനുഷ്യനൊന്നും ബാക്കിയില്ലാത്ത ഒരു പതിവ് വില്ലനായി അധംപതിച്ചു പോകുമായിരുന്നൊരു കഥാപാത്രം. മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വേഷം എന്ന് വിശേഷിപ്പിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് പട്ടേലരുടേത്. ഇപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്ന സിനിമയിൽ മമ്മൂട്ടി കടന്നു വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സിൽ വന്നത് മമ്മൂട്ടിയാണ്. പിന്നീട് മമ്മൂട്ടിയുമായി സംസാരിച്ചു. ഈ സിനിമ നിർമ്മിക്കുന്നതും അദ്ദേഹത്തിൻ്റെ കമ്പനിയാണെന്ന് അടൂർ പറയുകയുണ്ടായി. പുതിയ സിനിമയിൽ മമ്മൂട്ടിയോടൊപ്പം അഭിനയിക്കുന്നത് തെന്നിന്ത്യൻ സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയാണ്. 2005-ൽ പ്രമോദ് പപ്പൻ സംവിധാനം ചെയ്ത തസ്കരവീരൻ എന്ന മമ്മൂട്ടി ചിത്രത്തിലെ നായികയായിരുന്നു നയൻതാര. അതേ വർഷം തന്നെ കമൽ സംവിധാനം ചെയ്ത രാപ്പകൽ എന്ന സിനിമയിലും മമ്മൂട്ടിയോടൊപ്പം അഭിനയിച്ചു. പിന്നീട് 10 വർഷങ്ങൾക്ക് ശേഷം 2015-ൽ സിദ്ദിഖ് സംവിധാനം ചെയ്ത ഭാസ്കർ ദി റാസ്കൾ, 2016-ൽ AK സാജൻ സംവിധാനം ചെയ്ത പുതിയ നിയമം എന്നീ സിനിമകളിലും മമ്മൂട്ടിയോടൊപ്പം അഭിനയിച്ചു.
വീണ്ടും 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി ചിത്രത്തിൽ അഭിനയിക്കാൻ നയൻതാര എത്തുകയാണ്. വിവാഹിതയായ ശേഷം അഭിനയവേദിയിൽ നിന്ന് അകന്നു നിൽക്കുകയായിരുന്ന നയൻതാരയെ മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് വിളിക്കുകയും അവരത് സ്വീകരിക്കുകയും ചെയ്തു. നയൻതാരയെ സംബന്ധിച്ചിടത്തോളം അടൂർ ഗോപാലകൃഷ്ണൻ മമ്മൂട്ടി ടീമിൻ്റെ ചിത്രം അഭിനയ ജീവിതത്തിൽ വലിയൊരു നാഴികക്കല്ലായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അടൂർ മമ്മൂട്ടി ചിത്രം ജനുവരി 20 എറണാകുളത്ത് അമ്പലമുകളിൽ ചിത്രീകരണം ആരംഭിക്കും. സിനിമയുടെ മറ്റൊരു പ്രധാന ലൊക്കേഷൻ വയനാടാണ്. ഷൂട്ടിംഗ് ആരംഭിക്കുന്ന 20-ാം തീയതി തന്നെ മമ്മൂട്ടി ലൊക്കേഷനിൽ എത്തിച്ചേരും. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം നയൻതാരയും ജോയിൻ ചെയ്യും. ഇന്ദ്രൻസ്, നന്ദുലാൽ തുടങ്ങിയവർ അടൂർ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കും. ഇതിവിടെ അവസാനിക്കുന്നില്ല. ഇനിയും ഒരുപാട് അഭിനേതാക്കൾ വരാനുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും.